ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ എന്താണ് ഈ രീതിയിൽ വരും. അപ്പൊ അതേതാണ് ആ ചോദ്യം? കഥാപാത്ര നിരൂപണമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ പഠിക്കാനില്ലേ? 9 പാഠങ്ങളിലായിട്ട് നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങളെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളൊരു കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഥാപാത്രത്തിന്റെ പ്രത്യേകതകള്, സ്വഭാവ സവിശേഷതകള്, അല്ലെ, കഥയിലുള്ള സ്ഥാനം, രൂപം, ഭാവം, വേഷം, മാനസിക സംഘർഷങ്ങള്, അവയുടെ മൂല്യങ്ങള്, അല്ലെ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങള്, എന്തൊക്കെയാണ് ആ ഒരു കഥാപാത്രത്തിന് വായിച്ച സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങള്, ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ കഥാപാത്രത്തിന്റെ അല്ലെ സംഭാഷണ ശകലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ ഏത് പാഠത്തിലാണ് അല്ലെ, എന്താണ് ആ കഥാപാത്രം എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷനിലെ ആമുഖത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ എഴുതുക കൂടെ വേണം. ഓക്കെ, അപ്പൊ ഇനി ഏതൊക്കെയാണ് നമുക്ക് കഥാപാത്ര നിരൂപണമായി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ അമ്മമ്മ എന്ന് പറയുന്ന കഥാപാത്രം എന്താണ്? വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അല്ലെ. അപ്പൊ ഈ ഒരു അമ്മമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ നോക്കിയാലോ. അപ്പൊ കാലത്തിന് മുന്നേ അല്ലെ, കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യാണ്, സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് അല്ലെ. കാലത്തിനൊപ്പം നടക്കുകയാണ് അല്ലെ. തന്റെ കൊച്ചുമകൻ പോലും കാലത്തിന് പിൻപേ ഓടി എത്താൻ ശ്രമിക്കുമ്പോൾ അമ്മമ്മ ബഹുദൂരം മുമ്പിലായി കഴിഞ്ഞു അല്ലെ. പുതിയ കാലത്തെ എല്ലാ കാര്യത്തിലെ രുചിഭേദങ്ങളാവട്ടെ, സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളാവട്ടെ, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന തരത്തിലെ കലാപരമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം അല്ലെ, ഭാഷാപരമായ മാറ്റങ്ങൾ, മിനി ഉരൽ എന്നൊക്കെ പറയുന്ന പ്രയോഗമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ ഇങ്ങനെ കാലത്തിനൊത്ത് മാറിയിട്ടുള്ള ഒരു അമ്മമ്മയാണ് നമ്മള് കഥയിൽ കാണുന്നത്. ഇംഗ്ലീഷിനോടുള്ള ഇഷ്ടം, ദുബായ് കാണാനുള്ള ആഗ്രഹം, ആധുനിക ഭക്ഷണത്തോടുള്ള താല്പര്യം, ഒറ്റപ്പെടലും സന്തോഷം അനുഭവിക്കുന്ന സാധാരണയുള്ള ആളുകൾ, വൃദ്ധരായ ആളുകളിലെ സാധാരണക്കാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്മമ്മയാണ് അല്ലെ. വയ്യായികൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അല്ലെ, നമ്മുടെ ശുഭാപ്തി വിശ്വാസം എന്നുള്ള രീതിയിലാണ് ഈ ഒരു യൂണിറ്റ് പഠിച്ചത് തന്നെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു യൂണിറ്റിലെ പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നത് തന്നെ. ആഗ്രഹങ്ങൾക്കൊന്നും പ്രായം തടസ്സമല്ല എന്ന് കാണിക്കുന്നു. ഒറ്റപ്പെടലും സന്തോഷം അനുഭവിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് മറ്റ് കഥാപാത്രങ്ങൾ അല്ലെ, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ എന്നുള്ളതാണ്. അതിലൊന്ന് ഏതാണ്? കുരുവിയും കാട്ടുതീയും എന്ന് പറയുന്ന നമ്മുടെ പാഠഭാഗത്തിൽ കുരുവി അല്ലെ, കുരുവിയുടെ സ്വഭാവ സവിശേഷതകൾ വിശകലനം ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം അല്ലെ. അപ്പൊ ഒന്ന് ആരാണ്? നമുക്ക് കുരുവി എന്ന് എഴുതാം കേട്ടോ. കുരുവി അല്ലെ, കുരുവിയും കാട്ടുതീയിലും എന്താണ്? കുരുവി. ചിലപ്പോ സ്വഭാവ സവിശേഷതകൾ ചോദിക്കാൻ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മളോട് ചോദിക്കാം. പിന്നെ രണ്ടാമത്തെ പാഠം കൊച്ചുദേവദാരു ആണ്. അതിൽ കൊച്ചുദേവദാരു തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ചോദ്യമാണ്. കുരുവിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും എന്ത് ചെയ്യുന്നു, തന്നെ കൊണ്ടാവുന്നത് പോലെ അല്ലെ, അണ്ണാറക്കണ്ണിനും തന്നാലായത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്, ആ വലിയ കാട്ടുതീയെ അല്ലെ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റൂല എന്നൊക്കെ അറിയാം അല്ലെ, എങ്കിലും എന്ത് ചെയ്യണു, ആ ചെറുതാണെങ്കിൽ ആ വലിയ സ്റ്റെപ്പ് എടുക്കുന്ന ഒരു കഥാപാത്രമാണ് ആരുടേത്? നമ്മുടെ കുരുവിയുടെ കഥാപാത്രം അല്ലെ. അതേപോലെ എന്താണ്, കൊച്ചുദേവദാരു അല്ലെ. കൊച്ചുദേവദാരു എന്താണ്, ഒറ്റപ്പെട്ട് നിന്നിരുന്ന ഒരു മരമായിരുന്നു. വനപാലകന്റെ വീടിന്റെ മുമ്പിലായിരുന്നു നിന്നിരുന്നത്. അനേകം പക്ഷികളും അല്ലെ, എലിയും അല്ലെ, മറ്റു മരങ്ങളൊക്കെ ഭയങ്കര സ്നേഹത്തോടെയാണ് എന്ത് ചെയ്തത്, കൊച്ചുദേവദാരുവിനെ കണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം മാക്പേയ് വന്ന് അല്ലെ, തന്റെ തലപ്പിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ട് കുലുങ്ങിയ സമയത്ത് കൊച്ചുദേവദാരു പറയാണ് അല്ലെ, അപ്പൊ എന്ത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യലേ ഒടിഞ്ഞു പോകുന്നു പറയുമ്പോൾ മാക്പേയ് പക്ഷി എന്ത് ചെയ്യാണ്, ഭയപ്പെടുത്തുന്നതും പിന്നീട് വനപാലകൻ എന്ത് ചെയ്യാണ്, സംരക്ഷിക്കുന്നതും അങ്ങനെയുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് കൊച്ചുദേവദാരു. അതിൽ ചിലപ്പോൾ കൊച്ചുദേവദാരുവിന്റെ സവിശേഷതകൾ എന്ത് ചെയ്യാം, ചോദിക്കാം. അതൊരു 3 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. പക്ഷെ അതിൽ വനപാലകൻ എന്താണ്, വനപാലകൻ എന്ന കഥാപാത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. മേ ബി എന്താണ്, ഒരു 7 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ്. ആരുടെ കഥാപാത്രം? വനപാലകന്റെ കഥാപാത്രം അല്ലെ. പിന്നെ അതിൽ നമുക്ക് പിന്നെ പഠിക്കാൻ ആദ്യത്തെ യൂണിറ്റിൽ ഏതാണ്? പെരുമഴയത്താണ്. അതിൽ കഥാപാത്ര നിരൂപണം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത കാണുന്നില്ല. പിന്നെ നമുക്ക് എന്താണ്, പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ എന്താണ്, ഡോക്ടർ സന്തുകുമാർ എന്താണ് ചോദ്യമാണ്. ഡോക്ടറിനെ ടീച്ചർ എഴുതുന്നുള്ളൂ. ശിപ്പായി അല്ലെ, അതായത് ദരിദ്രനായിട്ടുള്ള രോഗി, അതുപോലെ ധനികനായ രോഗി അല്ലെ, ധനികനായ രോഗി. അപ്പൊ ഇത് മൂന്നും എന്താണ്, കഥാപാത്ര നിരൂപണത്തിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അല്ലെ. അപ്പൊ ഡോക്ടറുടെ പ്രത്യേകത, വനപാലകന്റെ പ്രത്യേകത എന്താണ്? വനപാലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രകൃതിയെ തന്നെ അല്ലെ, അത്രയധികം പ്രകൃതിയെ, വനപാലകൻ ആ പേര് അന്വർത്ഥമാക്കുന്ന ഒരു കഥാപാത്രമാണ്. വനത്തെ അത്രയധികം സ്നേഹത്തോടെ പരിപാലിച്ചിരുന്ന, എല്ലാ അർത്ഥത്തിലും പരിപാലിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് ആരുടേത്?
വനപാലകന്റെ കഥാപാത്രം അല്ലെ. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം കൊച്ചു ദേവദാരുവിനെ അല്ലെ അതിനെ നശിപ്പിക്കാതെ അതിനെ എല്ലാ വർഷവും അല്ലെ അതിനെ ആ നിലനിൽക്കുന്നിടത്ത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അതിന്റെ ഭംഗിയോടുകൂടി അതിനെ അലങ്കരിക്കാനും വർഷത്തിലേക്ക് അതിനെ സ്നേഹത്തോടെ അല്ലെ കാത്തുവെക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നു തയ്യാറായിട്ടുള്ള വനപാലകനെയാണ് നമ്മൾ കാണുന്നത്. പ്രകൃതി സ്നേഹിയായിട്ടുള്ള വനപാലകനാണ്. ഡോക്ടർ എങ്ങനെയാണ് ആദ്യം അല്ലെ രോഗികളോട് നല്ല ഭക്ഷണം കഴിക്കാത്തതിന്റെ ഒക്കെ പേരിൽ അവരെ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നൊരു ഡോക്ടർ ആണെങ്കിലും അല്ലെ ഓരോ രോഗികളോടും ധനികരോടും ശിപ്പായിയോടൊക്കെ അല്ലെ ദരിദ്രനായ രോഗിയോടൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഡോക്ടർ ഇടപെടുന്നത്. അപ്പോൾ ഒരാളുടെ അല്ലെ അവസ്ഥ മനസ്സിലായി, അയാളുടെ ദാരിദ്ര്യം മനസ്സിലായി, അയാൾക്ക് വേണ്ട മരുന്നുകളും അല്ലെ ടോണിക്കുകളൊക്കെ എന്ത് ചെയ്യുന്നു ഡോക്ടർ തന്നെയാണ് അത് നൽകുന്നത് അല്ലെ. അപ്പൊ രോഗികളെ അറിഞ്ഞ് അല്ലെ ചികിത്സിച്ചിരുന്ന അല്ലെ നല്ലവണ്ണം പരിശോധിച്ചു എന്നൊക്കെ ടെക്സ്റ്റിൽ കണ്ടിട്ടില്ലേ. അപ്പൊ വളരെ മനോഹരമായ രീതിയിൽ എന്ത് ചെയ്യുന്നു അത് ഡീൽ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഡോക്ടറേത്. ശിപായി എന്ന് പറയുന്നത് ആത്മാർത്ഥതയുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു ആളായിരുന്നു അല്ലെ. കുറുക്കു വഴിയിൽ കൂടി ഒന്നും പണം സമ്പാദിക്കാതെ അല്ലെ നേർവഴിയിലൂടെ ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ ജീവിതത്തിൽ അല്ലെ മുഴുനീളം എന്താണ് പരാധീനതകളാണ് അല്ലെ. അയാൾക്ക് പണം ഉണ്ടായിരുന്നില്ല, നല്ല ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ അസുഖമൊന്നുമല്ല, പോഷകക്കുറവ് മൂലം അല്ലെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാത്തത് കൊണ്ടുള്ള അസുഖങ്ങളാണ് ആർക്കുണ്ടായിരുന്നത് ഈ ശിപ്പായി എന്ന് പറയുന്ന കഥാപാത്രത്തിനുണ്ടായത്. പിന്നെ ധനികനായ രോഗി അല്ലെ, ആളുകളെ കാണിക്കാൻ വേണ്ടി പൈസക്കാരായ ആളുകൾക്കൊക്കെ രോഗമുണ്ട് അല്ലെ. അപ്പൊ നല്ല നല്ല രോഗങ്ങൾ വരിക, അത് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതായിരുന്നു ധനികനായിട്ടുള്ള രോഗിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു കഥാപാത്രത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അടുത്ത ആരാണെടാ? അടുത്ത കഥാപാത്രം ആരാണ്? അടുത്ത കഥാപാത്രം നമുക്ക് വരുന്നത് ഒപ്പം മേടിക്കുന്നത് അല്ലെ. ഒപ്പം മേടിക്കുന്നതിൽ ചിലപ്പോൾ എന്താണ് അതിന്റെ സവിശേഷതകൾ അല്ലെ, ഹൃദയവും അതിന്റെ ഉടമയും തമ്മിലുള്ള ബന്ധം, ആത്മബന്ധം, സൗഹൃദത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. സ്വഭാവ സവിശേഷതകൾ ചോദിക്കാൻ സാധ്യതയില്ല. പിന്നെ സ്നേഹപൂർവ്വം അമ്മ അല്ലെ, സ്നേഹപൂർവ്വം അമ്മയിൽ ചിലപ്പോൾ അമ്മയുടെയോ സവിശേഷതകളോ മകന്റെയോ ലഹരിക്ക് അടിമപ്പെട്ട അല്ലെ മകന്റെയോ ഒക്കെ കഥാപാത്ര നിരൂപണം എന്ത് ചെയ്യാം അല്ലെ, സ്വഭാവ സവിശേഷതകൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇനി പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മമ്മ എന്ന കഥാപാത്രം തന്നെയാണ്. അമ്മമ്മ എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം നമുക്കൊരു 7 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന കഥാപാത്ര നിരൂപണം. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട അല്ലെ, ഇത്രയും കഥാപാത്രങ്ങൾ എന്താണ് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെച്ചോളൂ. കഥാപാത്രം ഇങ്ങനെ എഴുതേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ ലൈവുകളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കഥാപാത്രങ്ങൾ ഓർത്ത് വെക്കുക. വളരെ 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 എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്കിന്റെ ഒരു ചോദ്യം കൂടെയാണ്. ഓക്കെ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണം അല്ലെ, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ മക്കൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ടീച്ചർ ആ വീഡിയോ എന്ത് ചെയ്യാം മക്കൾക്ക് വേണ്ടി ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിലേക്കാണ്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.